ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹർക്കാത്ത് ഫാമിലി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഗ്ലോബൽ വില്ലേജിലേക്കാണ്. ഈ സീസണിലെ സെക്കൻഡ് ടൈമാണ് ഇപ്പോൾ വിസിറ്റ് ചെയ്യുന്നത്. UAE നാഷണൽ ഡേയുടെ അന്ന് വിസിറ്റ് ചെയ്തിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. എത്ര കണ്ടാലും മടുക്കാത്തൊരു പ്ലേസാണ് ഈ ഗ്ലോബൽ വില്ലേജ്, പ്രത്യേകിച്ച് ലേഡീസിന്. ഷോപ്പിങ്ങും സ്റ്റേജ് പ്രോഗ്രാംസും പിന്നെ വിവിധ രാജ്യങ്ങളുടെ ഫുഡും എല്ലാം അവിടെ കാണാം. ഇനിയിപ്പോൾ ഒന്നും വാങ്ങിയിട്ടില്ലെങ്കിലും അവിടെ വെറുതെ കാണാനും അടിപൊളിയാണ്. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഗ്ലോബൽ വില്ലേജിൻ്റെ ഗേറ്റിലെത്തി. എല്ലാ വർഷവും ഒരു 2-3 പ്രാവശ്യമെങ്കിലും ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്യും. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് പേഴ്സൺ 30 ദിർഹംസ് ആണ്. പക്ഷേ എല്ലാ വർഷവും ഗ്ലോബൽ വില്ലേജിൻ്റെ ടിക്കറ്റ് നൗഫൽ ഖാൻ്റെ കസ്റ്റമേഴ്സ് ഞങ്ങൾക്ക് തരാറുണ്ട്. അൽഹംദുലില്ലാ, അപ്പോൾ പിന്നെ ഫ്രീ ആയിട്ട് തന്നെ വിസിറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ നേരെ പോകുന്നത് കാർ പാർക്കിങ്ങിലേക്കാണ്. ഇവിടുത്തെ പാർക്കിംഗ് സ്പേഷ്യസ് ഒരുപാടുണ്ട്. ഇവിടെ നിന്നും ഗ്ലോബൽ വില്ലേജിൻ്റെ വ്യൂ ആണത്, അടിപൊളിയാണ്. പാലസ് ഷേപ്പിലാണിത് ഫീൽ ചെയ്യുന്നത്. ഏകദേശം ഗ്ലോബൽ വില്ലേജിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ നേരെ ഫ്രണ്ട് തന്നെ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പാർക്ക് ചെയ്ത ശേഷം പിന്നെ ഞങ്ങൾ നേരെ അവിടേക്ക് നടന്നു. അതിൻ്റെ മെയിൻ ഗേറ്റ് കളർ മാറി വരുന്നത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പിക്ചേഴ്സൊക്കെ എടുത്തതിന് ശേഷമാണ് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. എൻട്രൻസിൻ്റെ ഈ ഫസ്റ്റിൽ ലോകത്തിലെ പല ലാൻഡ്മാർക്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈഫിൽ ടവർ, ക്ലോക്ക് ടവർ ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. അതുമാത്രമല്ല സ്റ്റാച്യു ഓഫ് ലിബർട്ടി, ബ്രിട്ടീഷ് ടെലിഫോൺ എല്ലാം ഇവിടെയുണ്ട്. ഞങ്ങൾ ഏകദേശം ഒരു 7 o'clock ഒക്കെ ആകുമ്പോഴാണ് അവിടെ എത്തിയത്. അപ്പോൾ പിന്നെ ഇനി കുറച്ച് ടൈമേ ഉള്ളൂ. ഇവിടെ ഈവനിങ് 4 o'clock സ്റ്റാർട്ട് ചെയ്യും. ഇത് ഒരുപാട് നടന്ന് കാണാനുള്ളത് കൊണ്ട് ഇതുപോലുള്ള വാഹനങ്ങൾ ഇവിടെ റെന്റിന് കിട്ടും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ എല്ലാം ചുറ്റി കാണാം. ചിൽഡ്രൻസിൻ്റെ സ്ട്രോളറും ഇവിടെ കിട്ടും. ഓൾഡ് ഏജ് ഉള്ളവർക്കൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു വാഹനമാണിത്. ഗ്ലോബൽ വില്ലേജിനുള്ളിലുള്ള വ്യൂ ആണിത്. ഇത്രയ്ക്ക് സ്ഥലങ്ങൾ കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഒന്നും മതിയാകില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ആർച്ച് ഷേപ്പിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ്. ഓൾമോസ്റ്റ് 90 കൺട്രീസിൻ്റെ 27 പവലിയൻസ് ഇവിടെ ഉണ്ട് ഈ സീസണിൽ. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗ്ലോബൽ വില്ലേജിൻ്റെ റൈറ്റ് സൈഡിലേക്കാണ്. ഈ സൈഡിൽ പാകിസ്ഥാൻ, തുർക്കി, UAE, ശ്രീലങ്ക ഒക്കെയാണ്. ഇതിനുള്ളിൽ അവരുടെ കൺട്രി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും കിട്ടും. ഏത് ടൈമിൽ വന്നാലും ഗ്ലോബൽ വില്ലേജിൽ നല്ല റഷായിരിക്കും. ഇപ്രാവശ്യം ഫസ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പാകിസ്ഥാൻ പവലിയനിലേക്കാണ്. ഈ സീസൺ കഴിയാനായതുകൊണ്ട് നല്ല കച്ചവടം നടക്കുന്നുണ്ടായിരുന്നു. ഡ്രസ്സിനൊക്കെ നല്ല റേറ്റ് കുറച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഐറ്റംസൊക്കെ അടിപൊളി മെറ്റീരിയൽസ് ഉണ്ട് ഇവിടെ. ഞാൻ പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ കെട്ടിയിട്ടുള്ള ഇത് ഞാൻ എടുത്തിട്ടുണ്ട്. ബാംഗിൾസിൻ്റെയും റിങ്സിൻ്റെയും ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇവിടെ. സീസൺ ലാസ്റ്റ് ആകുമ്പോഴാണ് ഇവിടെ എല്ലാത്തിനും പ്രൈസ് കുറഞ്ഞ് കിട്ടുന്നത്. അപ്പോൾ പോയി വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ കളക്ട് ചെയ്യാം. പിന്നെ അവരുടെ പൈജാമാസ്, സ്വെറ്റേഴ്സ്, ഫുട്വെയേഴ്സ് എല്ലാം ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ വിസിറ്റ് ചെയ്താൽ ഇതൊക്കെ അഫോർഡബിൾ റേറ്റിന് നമുക്ക് കിട്ടുന്നതാണ്. പാകിസ്ഥാനി ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡൈനിങ് ഏരിയാസ് ഇതിനുള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. മാർബിൾ കൊണ്ടുണ്ടാക്കിയ നല്ല ക്യൂട്ട് ഐറ്റംസൊക്കെ ഇവിടെ കാണുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കാണാൻ. പാകിസ്ഥാനി പവലിയനിൽ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഡോണർ ഓൺ ഫ്രൈസ് എന്ന ഒരു ചെറിയൊരു ഫുഡ് കൗണ്ടറിലേക്കാണ്. വൈറൽ ടർക്കിഷ് ഷവർമ കിട്ടുന്ന ഒരു സ്പോട്ടാണിത്. അതിൻ്റെ മേക്കിംഗ് ഒക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് ലാംബ് ഡോണർ സ്ലൈസസ് ഷവർമ ആൻഡ് ഫ്രൈസ് ആയിരുന്നു. ഷവർമയുടെ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് തന്നെയാണിത്. ഈ ഒരു വൈറൽ ഷവർമ ഞങ്ങൾക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. അടുത്തതായി ഞങ്ങൾ പോകുന്നത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട UAE പവലിയനിലേക്കാണ്. ഇവിടേക്ക് കയറുമ്പോൾ തന്നെ ഒരു അറേബ്യൻ പെർഫ്യൂം സ്മെല്ലാണ്. ഊതിൻ്റെയും ഒക്കെ നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് കിട്ടുന്നത്. പിന്നെ അവരുടെ ഡ്രസ് മെറ്റീരിയൽസ്, നൈറ്റീസ്, റെഡിമെയ്ഡായിട്ടും മെറ്റീരിയൽസ് ആയിട്ടും ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. പിന്നെ ഒറിജിനൽ സാഫ്രോൺസ്, കട്ട് ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്.
ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്ന ടൈമിൽ അവിടെ ഒരു കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അവിടെ ഒരു എല്ലാ പവലിയനിലേതും പോലെ ഒരു ഡൈനിങ് ഏരിയാസ് ഒക്കെ ഉണ്ട്. ഒരു ട്രഡീഷണൽ രീതിയിലാണ് അത് ഒരുക്കിയിട്ടുള്ളത്. ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. നമ്മളിതുവരെ കാണാത്ത ഐറ്റംസ് ഒക്കെയാണ്. അങ്ങനെ ഒരുപാടുണ്ട് ഇവിടെ. UAE പവലിയനിൽ നിന്ന് ഒരു അബായയും പർച്ചേസ് ചെയ്തിരുന്നു. അതും വാങ്ങി പിന്നെ UAE പവലിയനിൽ നിന്നും തിരിച്ചു പോന്നു. UAE ട്രഡീഷണൽ സ്നാക്സായ ലുക്കൈമാത്തിൻ്റെ കൗണ്ടറാണിത്. അവരുടെ ട്രഡീഷണൽ രീതിയിലാണ് അവരത് അവിടെ മേക്ക് ചെയ്യുന്നത്. ശ്രീലങ്കൻ പവലിയൻ്റെ ഫ്രണ്ടേജ് ആണിത്. ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഫിയസ്റ്റ സ്ട്രീറ്റ് എന്ന ഒരു പ്ലേസിലേക്കാണ്. ഇവിടെയും ഫുഡ് കൗണ്ടേഴ്സാണ് മെയിൻ. മുമ്പ് വിസിറ്റ് ചെയ്തപ്പോൾ ഈ ഫുഡ് കൗണ്ടേഴ്സിൽ നിന്ന് ചൊറൂസ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇങ്ങനെ വെറുതെ നടക്കാൻ തന്നെ നല്ല രസമാണ്. ഒരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയാണ്. ഒരു വാട്ടർ ഡാൻസ് കിഡ്സ് പ്ലേ ഏരിയ കൂടി ഇവിടെ കാണുന്നുണ്ട്. അതിനിടയിൽ കൂടി ഒരുപാട് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഗ്ലോബൽ വില്ലേജിൻ്റെ മെയിൻ സ്റ്റേജിലേക്കാണ്. ഇവിടെയാണ് എല്ലാ പവലിയൻ്റെയും കൾച്ചറൽ പെർഫോമൻസും ഒക്കെ ഉണ്ടായിരിക്കുക. കൂടാതെ ഇവിടെ ലേറ്റസ്റ്റ് മൂവിയുടെ ലോഞ്ചിങ് ഒക്കെ നടക്കാറുണ്ട്. ഞങ്ങളിരുന്ന ടൈമിൽ ജോർദാൻ്റെ ഒരു സ്റ്റേജ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു ശ്രീലങ്കൻ ഡാൻസും പിന്നെ ഫലസ്തീൻ്റെ ഒരു സ്റ്റേജ് പ്രോഗ്രാമും ഉണ്ടായിരുന്നു. ഈ 3 പെർഫോമൻസ് കണ്ടതിന് ശേഷം പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. ഗ്ലോബൽ വില്ലേജിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ പവലിയൻസിലൊന്നും ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പവലിയൻസിലൊക്കെ ഏകദേശം ഒരുപോലെയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ബാക്കിയുള്ള എൻ്റർടൈൻമെൻറ്റ്സൊക്കെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് നടക്കുകയാണ് ഉണ്ടായത്. പിന്നെ ഇതുപോലുള്ള ഒരുപാട് സ്റ്റാച്യൂസൊക്കെ കാണാം. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് കിഡ്സ് പ്ലേ ഏരിയയിലേക്കാണ്. അവിടെ അഡ്വഞ്ചറസ് റൈഡ്സൊക്കെ ഒരുപാടുണ്ട്. തായ് ഫ്രൂട്ട്സ് എന്ന ഒരു കൗണ്ടറാണിത്. ഇവിടെ നല്ല ഫ്രഷ് കട്ട് ഫ്രൂട്ട്സും പിന്നെ ഡ്രിങ്ക്സൊക്കെ അവൈലബിൾ ആണ്. അവിടെ നിന്ന് ഞങ്ങൾ ഒരു പാഷൻ ഫ്രൂട്ടിൻ്റെ മൊജിറ്റോ ഒക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് റോഡ് ഓഫ് ഏഷ്യ സ്ട്രീറ്റിലേക്കാണ്. ഇവിടെ വന്നാൽ ഒരു തായ്ലാൻഡ് പോയ ഫീലൊക്കെ ഉണ്ട്. ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഇവിടെ മെയിനായിട്ട് ഫുഡ് കൗണ്ടേഴ്സാണ്. തായ്ലാൻഡിലെ ഫുഡ് സ്ട്രീറ്റ് പോലെയാണ് ഇവിടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വെള്ളത്തിൻ്റെ സൈഡിൽ ഒരു ബ്രിഡ്ജ് പോലെയാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ ടൈപ്പ് ഫുഡ് ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കാറുണ്ട് ഞങ്ങൾ. ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലെ ബാങ്കോക്ക് ഗ്രിൽ എന്ന ഈ ഒരു ഫുഡ് കൗണ്ടറിലേക്കാണ് ഞങ്ങൾ ഇന്ന് സ്പെഷ്യലായിട്ട് വന്നത്. അവിടെയുള്ള ഗ്രിൽഡ് ഒക്ടോപ്പസ് വിത്ത് ലെമൺ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തായ് സീ ഫുഡാണ് മെയിനായിട്ട്. ഫ്രണ്ട്സുമായി വന്നപ്പോൾ നൗഫൽക്ക് ഇത് മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടിപൊളിയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം പൊളിയാണ്. അതിൻ്റെ കൂടെയുള്ള ആ ലെമൺ സോസ് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ അതിലേറെ അടിപൊളി. ഗ്ലോബൽ വില്ലേജിൽ വരുമ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. ഗ്ലോബൽ വില്ലേജിൻ്റെ ഈ സീസൺ ഏകദേശം അവസാനിക്കാറായി. മെയ് 11 വരെയുള്ളൂ.
സെക്കൻഡ് ടൈം വിസിറ്റ് ചെയ്തിട്ടും ഇവിടുത്തെ കാഴ്ചകൾ ഇപ്പോഴും പൂർണ്ണമായും കവർ ചെയ്യാനായിട്ടില്ല. കുറേ നടന്ന് കണ്ട് ഏകദേശം 11 o'clock ഒക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ചു പോകാനൊരുങ്ങി. അപ്പോൾ അവിടെ ഒരു കാരിക്കേച്ചർ വരയ്ക്കുന്നുണ്ടായിരുന്നു, അതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. ഗ്ലോബൽ വില്ലേജിൻ്റെ അടിപൊളി കാഴ്ചകളാണ് ഇവിടെ കണ്ടത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പുതിയൊരു ഡെസ്റ്റിനേഷനുമായി ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോയിൽ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.